ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ തന്നെ രണ്ട് ടൈപ്പ് UDL വരുന്നു. ഇതിൽ ഒരു പ്രോബ്ലമാണ്. നമുക്ക് ഇത് ഒരു 7 മീറ്റർ ലെങ്ത്തുള്ള ഒരു ബീം, അതിൽ ആദ്യത്തെ 3 മീറ്ററിലൊരു UDL ഉണ്ട്, പിന്നെ ബിയിൽ നിന്നും 2 മീറ്ററിലൊരു UDL ഉണ്ട്. അപ്പം ആക്ച്വലി ക്വസ്റ്റ്യനകത്ത് ദാണ്ട് ഈ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടില്ല. അത് നമ്മൾ പിന്നീട് കണ്ടുപിടിക്കുന്നതാണ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആകുന്ന പോയിന്റ് നമ്മൾ ആക്ച്വലി ഇത് പിന്നീട് കണ്ടുപിടിക്കുന്നതാണ്. ക്വസ്റ്റ്യനകത്ത് A, C, D, B എന്ന ഈ പോയിൻറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ പിന്നീട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് കണ്ടുപിടിക്കുന്ന പോയിൻ്റാണ് കേട്ടോ. എക്സും അതെ പിന്നീട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കാൽക്കുലേഷനിൽ വരുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്കറിയാം സിംപ്ലി സപ്പോർട്ട് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാം ഇക്വിലിബ്രിയം ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുക. സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. പക്ഷേ ഇവിടെ എന്താണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഉണ്ടോ? ഇല്ല. സോ സിഗ്മ എഫ് എക്സ് എടുക്കേണ്ടതാണ്. എന്താണ് ഡയറക്ട്ലി സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വിലിബ്രിയം ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വെർട്ടിക്കൽ ഫോഴ്സസ് ഏതാ? എയിലൊരു റിയാക്ഷൻ ഉണ്ട് RA, ബിയിലൊരു റിയാക്ഷൻ ഉണ്ട് RB. സോ ഇത് രണ്ടും മുകളിലോട്ട് അപ്വേർഡ് ഇസ് പോസിറ്റീവ് ആൻഡ് 10 kN per meter എന്ന് പറയുന്ന UDLും 5 kN per meter എന്ന് പറയുന്ന UDLും രണ്ടും ഡൗൺവേർഡാണ് ആക്ട് ചെയ്യുന്നത്. സോ അതെന്തായിരിക്കും? നെഗറ്റീവ്. അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്. അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ എങ്ങനെ എഴുതാം? RA + RB. പിന്നെ ദിസ് ലോഡ് ഇസ് എന്താ UDL ആണ്. UDL ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? UDL ആണെങ്കിൽ അതിനെ ലോഡാക്കാൻ, പോയിന്റ് ലോഡാക്കാൻ UDLിൻ്റെ വാല്യൂ ഇൻറ്റു ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് വെച്ച് ചെയ്താൽ മാത്രമേ എന്താകത്തുള്ളൂ? അത് പോയിന്റ് ലോഡായിട്ട് മാറത്തുള്ളൂ. സോ പോയിന്റ് ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പോയിന്റ് ലോഡ് ആയിരുന്നെങ്കിൽ ഡയറക്റ്റ്ലി ഇതിപ്പോൾ 10 എന്ന് പറയുന്ന പോയിന്റ് ലോഡ് ആയിരുന്നെങ്കിൽ RA + RB - 10 ഡയറക്റ്റ്ലി നമ്മൾ എടുക്കുമായിരുന്നു. പക്ഷേ UDL ആയതുകൊണ്ട് UDL ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ RA + RB ഡൗൺവേർഡ് ആയതുകൊണ്ട് -10 ഇൻറ്റു 10 ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാണ്? 3 മീറ്റേഴ്സിലാണ് 10 ആക്ട് ചെയ്യുന്നത്. സോ -10 ഇൻറ്റു 3. ദെൻ അടുത്ത UDL ഏതാ? 5. അതും ഡൗൺവേർഡ് ആയതുകൊണ്ട് -5. എത്ര ഡിസ്റ്റൻസിലാണ് UDL ആക്ട് ചെയ്യുന്നത്? 2 മീറ്റേഴ്സ്. സോ -5 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 0. സോ എന്ത് ചെയ്യുക? ഇത് രണ്ടും ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോകുക. സോൾവ് ചെയ്യുമ്പോൾ RA + RB ഇസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത ഇക്വേഷൻ എന്താണ്? അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ സിഗ്മ MA ഇസ് ഈക്വൽ ടു 0, സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് എനി സപ്പോർട്ട് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എയ്ക്ക് അബൌട്ടായിട്ട് നമ്മൾ മൊമെൻറ്റ് എടുക്കാൻ പോകും. അപ്പോൾ മൊമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഇക്വേഷൻ പോയിന്റ് ലോഡ് ആണെങ്കിൽ മൊമെൻറ്റ് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. UDL ആണ് ലോഡെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 ആയിരിക്കും മൊമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കും. അപ്പോൾ നമുക്കുള്ള ലോഡ് ഇത് UDLും റിയാക്ഷൻസ് പോയിന്റ് ലോഡുമാണ്. അപ്പോൾ പോയിന്റ് ലോഡ് ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എടുത്താൽ മതി. UDL ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 കൂടെ എടുക്കുമ്പോഴേ മൊമെൻറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ക്ക് അബൌട്ടായിട്ട് മൊമെൻറ്റ് എടുക്കാൻ പോവുക. എയ്ക്ക് അബൌട്ടായിട്ട് മൊമെൻറ്റ് എടുക്കാൻ പോകുമ്പോൾ ആദ്യം ഏതാ ലോഡുള്ള ഇവിടെ? 10 kN UDL ആണെങ്കിൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 ആണ്. സോ 10 ഇൻറ്റു UDL എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്? 3 ഇൻറ്റു 3/2. അതിൻ്റെ ഡയറക്ഷൻ നോക്കിക്കേ. ഇത് ഡൗൺവേർഡ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഏത് ഡയറക്ഷൻ ആയിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ എന്ത് വരും? 10 ഇൻറ്റു 3 ഇൻറ്റു 3/2. അതിൻ്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത ലോഡ് ഏതാണ്? UDL. അടുത്തതും UDL ആണ്. അപ്പോൾ UDL ആകുമ്പോൾ നമുക്കറിയാം മൊമെൻറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോഴ്സ് 5 ഇൻറ്റു ഡിസ്റ്റൻസ് 2. സോ 5 ഇൻറ്റു 2 ഇൻറ്റു 2/2 ഉണ്ട്. 2/2 ആണ് വരുന്നത്. പക്ഷേ ഈ 2/2 എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണ് വരുന്നത്. മൊമെൻറ്റ് എടുക്കുമ്പോൾ ഫോഴ്സും പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം 5 ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഇതെന്താകും? ഒരു പോയിന്റ് ലോഡ് ആകും. ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ നടുക്കായിരിക്കും ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ, അങ്ങനെയായിരിക്കും. ഇത് 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 10 ആകുമ്പോൾ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്താകും? പോയിന്റ് ലോഡ് 10 kN ആകും. ഓക്കെ. ആ 10 kN ആക്ട് ചെയ്യുന്നത് 2 മീറ്റേഴ്സിൻ്റെ നടുക്കായിരിക്കും. ഇങ്ങോട്ട് 1 മീറ്റർ, ഇങ്ങോട്ട് 1 മീറ്റർ. നമുക്ക് വേണ്ടത് മൊമെൻറ്റ്. അപ്പം ഫോഴ്സും ഏത് പോയിൻറ്റിന് അബൌട്ടായിട്ടാണ് മൊമെൻറ്റ് എടുക്കുന്നത്? A പോയിൻറ്റും അല്ലേ? A പോയിൻറ്റും ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 5 ഇൻറ്റു 2 ഇൻറ്റു
2/2 എന്ന് പറയുന്നതാണ് 1. പക്ഷേ 1 എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എവിടം വരെ ആയിട്ടുള്ളൂ? ഇത്രയും ഡിസ്റ്റൻസേ ആയിട്ടുള്ളൂ. 1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 2/2 എടുക്കുമ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടം തൊട്ട് നമുക്ക് എവിടം വരെയുള്ള ഡിസ്റ്റൻസ് വേണം? എയ്ക്ക് എബൌട്ടായിട്ടാണ് മൊമെൻ്റ് എടുക്കുന്നത്. സോ എ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേണം. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര വരും? ഈ 1 2/2 ആണ് ഈ 1 എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ 2/2 എന്ന് പറയുന്നത്. സോ 1 + 2 + 3 എടുത്താലേ 5 കാരണം എയിലേക്കുള്ള മൊമെൻ്റ് കിട്ടത്തുള്ളൂ. ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിനെ പോയിൻ്റ് ലോഡ് ആക്കുമ്പോൾ 5 × 2 പോയിൻ്റ് ലോഡ് ഈ നടുക്കാണ് വരുന്നത്. അവിടം തൊട്ട് എയ്ക്ക് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 2/2 + 2 + 3 എടുത്ത്. ഇവിടെ നമ്മൾ അതുകൊണ്ട് എന്താ എടുക്കാഞ്ഞത്? അങ്ങനെ 10 ചെയ്തപ്പോൾ എന്താ എടുക്കാഞ്ഞേ? കാരണം 10 × 3 × 3/2 10 × 3 ചെയ്യുമ്പോൾ 30 എന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്കാണ് വരുന്നത്. ആ 3/2 എന്ന് പറഞ്ഞാൽ ഏതാ ഡിസ്റ്റൻസ്? ഇതാണ് 3/2. അതും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് 3/2. ഈ യു ഡി എല്ലിനെ പോയിൻ്റ് ലോഡ് ആക്കിയാൽ 3യുടെ പകുതിയിൽ ആക്ട് ചെയ്യുന്നു, നടുക്ക് വരുന്നു. ആ നടുക്ക് മുതൽ എ വരെയുള്ള ദൂരം തന്നെയാണ് എന്ത്? നമ്മളെടുത്ത ഈ 3/2 എന്ന് പറയുന്നത്. ഈ 3/2 എന്ന് പറയുന്നത് ഇത് സെൻറ്ററിൽ ആക്ട് ചെയ്താൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് 3/2. അതുകൊണ്ടാണ് ഇതിന് 10 × 3 × 3/2 മാത്രം എടുത്തത്. പക്ഷേ ഇവിടെ വരുമ്പോൾ 5 × 2 × 2/2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നടുക്കാണ് വരുന്നത്. സോ ഇവിടം തൊട്ട് ഈ സെൻറ്റർ പോയിൻ്റ് മുതൽ എവിടം വരെ വേണം? എ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേണം. സോ 5 × 2 പോയിൻ്റ് ലോഡായി, ബാക്കി ബ്രാക്കറ്റിലിടണം. അത് അത്രയും ഡിസ്റ്റൻസ് ആണ്. 1 + 2 + 3 ഇതിൻ്റെ സെൻറ്റർ മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയാണ് എടുത്തേക്കുന്നത്. അതും ഡൗൺവേർഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ക്ലോക്ക് വൈസ് മൊമെൻറ്റാണ് വരുന്നത്. സോ പോസിറ്റീവായിട്ട് എടുത്തു. അതുകൊണ്ട് ഇതിൻ്റെ സൈനും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് RB. വാട്ട് ഈസ് RB? RB എന്ന് പറയുന്നത് ഈ ബി പോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന, ബി പോയിൻറ്റും എ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 7 മീറ്റേഴ്സ്. സോ RB × 7. ബി പോയിൻറ്റും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 7 ആയതുകൊണ്ട് RB × 7. ഇത് അപ്വേർഡാണ് ആക്ട് ചെയ്യുന്നത്. ഈ അപ്വേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? അപ്വേർഡ് ഫോഴ്സ് എയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൈൻ എന്താണ്? മൈനസ്. സോ -RB × 7 = 0. ഇതിനെ എന്ത് ചെയ്യാം? ഈ രണ്ട് ടേംസിനെയും ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോവുക, സോൾവ് ചെയ്യുക. RB കിട്ടും. RBയുടെ വാല്യൂ എടുത്ത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാമെങ്കിൽ RAയുടെ വാല്യൂ കിട്ടും. അങ്ങനെ RB = 15, RA = 25 എന്ന് കിട്ടുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടിങ്ങിൽ എന്താ ചെയ്യേണ്ടത്? സിംപ്ലി സപ്പോർട്ടിങ്ങിൽ എയിലെയും ബിയിലെ റിയാക്ഷൻ എന്താണോ അത് തന്നെയായിരിക്കും. അപ്പോൾ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിംപ്ലി സപ്പോർട്ടിങ് എൻസിലെ റിയാക്ഷൻ എന്താണോ അത് തന്നെ ആയിരിക്കും അവിടുത്തെ ഷിയർ ഫോഴ്സ്. എയിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RA. അത് ലെഫ്റ്റാണ്. ലെഫ്റ്റിൽ അപ്വേർഡ് പോസിറ്റീവ്. ഇവിടെ RBയിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ബിയിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RB ആയിരിക്കും. ഇവിടെ ലെഫ്റ്റ് നമ്മൾ അപ്വേർഡ് പോസിറ്റീവ് എടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ റൈറ്റിൽ അപ്വേർഡ് എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പം ഷിയർ ഫോഴ്സ് അറ്റ് എ എങ്ങനെ എഴുതാം? ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ അറ്റ് എ ആണ്. അപ്വേർഡ് 25 kN. സോ +25 kN. ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ അറ്റ് ബി തന്നെയാണ്. എത്രയാണ്? 15 ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ അപ്വേർഡ് പോസിറ്റീവ് എടുത്തുകൊണ്ട് ഇവിടെ അപ്വേർഡ് എന്തെടുക്കുക? റൈറ്റ് സൈഡിൽ നെഗറ്റീവ്. സോ 25ഉം -15ഉം ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഷിയർ ഫോഴ്സ് അറ്റ് സി. ഇ എന്ന് പറയുന്ന പോയിന്റ് ഇല്ല. അത് നമ്മൾ മാക്സിമം ബെൻഡിങ് പോയിന്റ് പിന്നീട് കണ്ടുപിടിക്കുന്ന പോയിൻ്റാണ്. അപ്പോൾ നെക്സ്റ്റ് സി പോയിന്റ് എടുത്താൽ സി പോയിന്റിൽ എന്താ? സി പോയിന്റിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. സി പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ടു സിയിൽ സെഗ്മെൻറ്റ് എ ടു സി എടുത്താൽ അവിടെയുള്ള ഫോഴ്സുകളുടെ സമ്മിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സിയിൽ എ ടു സി എടുക്കുക. അപ്പോൾ എ ടു സി എടുക്കുമ്പോൾ ഇത് ബീമിൻ്റെ ഏത് സൈഡാണ്? ലെഫ്റ്റ് സൈഡ്. അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ് സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? എ ടു സി എടുക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ഫോഴ്സ് ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട് RA. അപ്വേർഡ് എന്നാണത്, അതുകൊണ്ട് പോസിറ്റീവ്. സോ +RA. RAയുടെ വാല്യൂ എത്രയാണ്? 25. സോ +25. അടുത്ത അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? UDL ആണെങ്കിൽ UDL ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. UDLൻ്റെ വാല്യൂ എത്രയാണ്? 10. ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാണ്? 3 മീറ്റേഴ്സിലാണ്. സോ 10 × 3. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇത് താഴോട്ടായതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. സോ -10 × 3. അപ്പോൾ എ ടു സി മാത്രം എടുത്താൽ മതി. എ ടു സിയിൽ എത്ര മാത്രമേ ഉള്ളൂ ലോഡ്? റിയാക്ഷനും ഈ UDL മാത്രമേ ഉള്ളൂ. സോ +RA -10 × 3 എടുക്കുമ്പോൾ നിങ്ങൾക്ക് സിയിലെ ഷിയർ ഫോഴ്സ് കിട്ടും -15. ഇനി അടുത്ത പോയിന്റ് ഏതാ? സി കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ഡി പോയിന്റ് എടുക്കുമ്പോൾ ഡിയിൽ എന്താ വ്യത്യാസം വരുന്നത്? ഡിയിൽ ഇനി നെക്സ്റ്റ് ഷിയർ ഫോഴ്സ് അറ്റ്
ഡി. ഷിയർ ഫോഴ്സ് അറ്റ് ഡി വരെ പറയുമ്പോൾ ഇതേപോലെ തന്നെ എവിടെ എടുക്കുക? ഷിയർ ഫോഴ്സ് അറ്റ് ഡി എടുക്കുമ്പോൾ എ ടു ഡി എടുക്കുന്നതിനേക്കായി ഇച്ചിരി കൂടെ എളുപ്പം ഏതാ? ഷോർട്ടസ്റ്റ് സ്പാൻ ഏതാ? ഡി ടു ബി ആണ്. ഡി ടു ബി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം എടുക്കാം. കാരണം ഇവിടെ വരുമ്പം ഇതുണ്ട് യു ഡി എൽ എടുക്കണം. പക്ഷേ ഡി ടു ബി ഒന്നെങ്കിൽ ലെഫ്റ്റ് ഓർ റൈറ്റ് എടുക്കാം. സൈൻ കൺവെൻഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ലെഫ്റ്റാണ് എടുത്തത്. ഇനി നമുക്ക് ഡി ടു ബി ആണ് ചെറിയ സ്പാൻ. അതുകൊണ്ട് ഡി ടു ബി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. മറ്റേ എടുത്താലും കറക്റ്റാണ്. അപ്പോൾ ഡി ടു ബി എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ള ഫോഴ്സുകളുടെ സം എടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം. ഇപ്പം ഇവിടെ വെച്ച് പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എ ടു ഡി പറയുമെങ്കിൽ എ ടു ഡി എടുക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെയുള്ള ഫസ്റ്റ് റിയാക്ഷൻ ഏതാ? 25 തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ് 25 ഇൻറ്റു ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 + 2. സോ 25 ഷിയർ ഫോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഫോഴ്സുകളുടെ സം എടുത്താൽ മതി. ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. 25 എന്ന് പറയുന്നത് പോയിന്റ് ലോഡാണ്. സോ പോയിന്റ് ലോഡ് മാത്രം എടുത്താൽ മതി, ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. സോ 25 അപ്വേർഡ് ആയതുകൊണ്ട് +25. പിന്നെ അടുത്തത് വരുന്ന ഏതാ? താഴോട്ട് യു ഡി എൽ. സോ -10 ഇൻറ്റു യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലാണ് യു ഡി എൽ ആക്ട് ചെയ്യുന്നത്? 3 മീറ്റേഴ്സിൽ. സോ 10 ഇൻറ്റു 3. ഇവിടെ 10 ഇൻറ്റു 3 ഇൻറ്റു 3/2 പറ്റി ചിന്തിക്കരുത്. കാരണം ഇത് ഷിയർ ഫോഴ്സ് ആണ്. ഫോഴ്സുകളുടെ സമ്മ് മാത്രം മതി. മൊമെൻറ്റ് എടുക്കുമ്പോഴാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 എടുക്കുന്നത്. ഇവിടെ ഫോഴ്സുകളുടെ സമ്മാണ്. സോ അപ്വേർഡ് 25 + 25 -10 ഇൻറ്റു 3 -10 ഇൻറ്റു 3. സോ 25 -10 ഇൻറ്റു 3 എത്ര വരും? എഗെയിൻ ഡിയിലെ ഷിയർ ഫോഴ്സ് -5 കിലോ. രണ്ടും സെയിം തന്നെ വരും. കാരണം നിങ്ങൾ നോക്കി അറിയാം എ ടു സിയിൽ മാത്രമേ ലോഡുള്ളൂ. സി ടു ഡിയിൽ വീണ്ടും ലോഡ് വല്ലതും ഉണ്ടോ? ഇല്ല. സോ എ ടു സി എടുത്താലും എ ടു ഡി എടുത്താലും ഒരേ വാല്യൂ തന്നെ വരും. അപ്വേർഡ് 25 -10 ഇൻറ്റു യു ഡി എൽ ആയതുകൊണ്ട് യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് വെച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. ഫുൾ ഡിസ്റ്റൻസ് എടുക്കരുത്. 3 + 2 5 എടുത്ത് ചെയ്യരുത്. കാരണം 10 ആക്ട് ചെയ്യുന്ന എത്ര യു ഡി എൽ ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിൽ മാത്രമേ ഉള്ളൂ? 3 മീറ്റേഴ്സിൽ മാത്രമേ ഉള്ളൂ. സോ 10 ഇൻറ്റു 3 മാത്രം ചെയ്താൽ മതി. ഡിയിലെ ഷിയർ ഫോഴ്സ് കിട്ടി. അപ്പോൾ ഇനി വാല്യൂസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എയിൽ നമുക്ക് ഷിയർ ഫോഴ്സ് വരച്ച് നോക്കാം. ഇനി ഫിഗർ വരയ്ക്കാൻ നോക്കി. എയിൽ നമുക്ക് ഷിയർ ഫോഴ്സ് എത്രയാണ് കിട്ടിയത്? എയിൽ ഷിയർ ഫോഴ്സ് കിട്ടിയത് +25. സോ ബേസ് ലൈൻ നമ്മൾ ഫസ്റ്റ് ബേസ് ലൈൻ വരച്ചു. +25 ആയതുകൊണ്ട് എ പോയിന്റിൽ അപ്വേർഡ് എന്ത് വന്നു? 25 വന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ് ഏതാ? സി പോയിന്റ് ഇല്ലേ? സിയിൽ എത്ര വന്നേ? -5. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റ് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തു. സിയിൽ ബേസ് ലൈനിൽ നിന്ന് താഴേക്ക് -5. ഇതെത്രയാണ്? -5. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ എ ടു സി നേരെ ജോയിൻ ചെയ്തു. ഇത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് വരുന്നത്. സോ നമുക്കറിയാം പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് വരണമെങ്കിൽ ബേസ് ലൈനിനെ ക്രോസ് ചെയ്തേ വരത്തുള്ളൂ. ബേസ് ലൈനിൽ ഒരു പോയിന്റിൽ അപ്പോൾ 0 ആവുന്നുണ്ട്. എ ടു സി വരച്ചു. ഇനി സി തൊട്ട് ഡിയിൽ എത്രയാണ് നമുക്ക് വന്നേ? -5 അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? നേരെ സ്ട്രെയിറ്റ് ലൈൻ. കാരണം എന്താ? ഇവിടെ -5 ആണ്, ഇവിടെ -5 തന്നെയാണ്. സോ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തു. അടുത്ത -5ലോട്ട് ജോയിൻ ചെയ്തു. അടുത്ത നെക്സ്റ്റ് നമുക്ക് ബിയിൽ എത്രയാണ് കിട്ടിയത്? -15 അല്ലേ? അപ്പോൾ -5ൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോയി? -15ലേക്ക് പോയി. -15ൽ വരുമ്പോൾ ഇവിടെ ഒരു അപ്വേർഡ് റിയാക്ഷൻ ഉണ്ട്. എന്താണ് ഇവിടുത്തെ അപ്വേർഡ് റിയാക്ഷൻ? +15. സോ -15ഉം +15ഉം കൂടി ഇവിടെ എന്താവും? 0. ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. സോ +25 അവിടെ നിന്ന് നേരെ -5ലോട്ട്. -5 സി തൊട്ട് ഡി വരെ -5 തന്നെയാണ്. ആ -5ൽ നിന്ന് താഴേക്ക് -15 ആണ് ബിയിലെ റിയാക്ഷൻ നമുക്ക് കിട്ടിയത്. പിന്നെ ബിയിൽ വരുമ്പോൾ അപ്വേർഡായിട്ടൊരു റിയാക്ഷൻ ഉണ്ട് +15. സോ -15 +15 കൂടെ 0 ആയിപ്പോവും. സോ ബേസ് ലൈനിൽ നമ്മൾ നോക്കാമെങ്കിൽ എ ടു സിയിലേക്ക് വരുമ്പോഴത്തേക്കും എയിൽ നിന്നും സിയിലേക്ക് വരുമ്പോഴത്തേക്ക് എയ്ക്കും സിക്കും ഇടയ്ക്ക് ഒരു പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആകുന്നുണ്ട്. ആ ബെൻഡിങ് മൊമെൻറ്റ് 0 ആകുന്ന പോയിന്റിലായിരിക്കും ഷിയർ ഫോഴ്സ് 0 ആവുന്നതുകൊണ്ട് ആ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. ഷിയർ ഫോഴ്സ് ഇതാണ് SFD ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ ഒരു പോയിന്റിൽ 0 വരുന്നുണ്ട് ഷിയർ ഫോഴ്സ്. ആ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് ആ പോയിന്റ് കണ്ടുപിടിക്കണം. അതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ബിറ്റ്വീൻ എ ആൻഡ് സി ഷിയർ ഫോഴ്സ് എന്താകുന്നുണ്ട്? 0 ആകുന്നുണ്ട്. ആ ഷിയർ ഫോഴ്സ് 0 ആകുന്ന ഡിസ്റ്റൻസ് എയിൽ നിന്നും ആ പോയിന്റിനെയാണ് നമ്മൾ ഇ എന്ന് നെയിം ചെയ്തേക്കുന്നത്. ഓക്കെ, എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണ് ഈ ഷിയർ ഫോഴ്സ് 0 ആയതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിൽ ഷിയർ ഫോഴ്സ് 0 ആയി. ആ പോയിന്റിനെ ഇ എന്ന് നെയിം ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എന്താണ്? 0 ആണ്. എക്സ് ഡിസ്റ്റൻസിലെ ഷിയർ ഫോഴ്സ് എന്താ? 0 ആണ്. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എന്തായിട്ട് നമുക്ക് എഴുതാം? 0. ഇനി എക്സ് ഡിസ്റ്റൻസിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. എക്സ് ഡിസ്റ്റൻസിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആ പടം മാത്രമായിട്ട് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. എക്സ് ഡിസ്റ്റൻസ് മാത്രം വരയ്ക്കുകയാണെങ്കിൽ എ, ഇവിടുത്തെ യു ഡി എൽ, ഇത് എക്സ് ഡിസ്റ്റൻസ് മാത്രമാണ്. ഏതാ? ഈ എക്സ് പോർഷൻ മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. എ, ഇ,
ഇവിടുത്തെ യു ഡി എൽ എത്രയാണ് 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സോ ഈ എക്സ് ഡിസ്റ്റൻസിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സുകളുടെ സമ്മാണ് എക്സ് ഡിസ്റ്റൻസിൽ അല്ലേ. അപ്പോഴ് ആറയുടെ വാല്യൂ നമുക്ക് എത്രയായിരുന്നു 6.25 അപ്പോഴ് ആയതുകൊണ്ട് +25. അടുത്ത യു ഡി എൽ എത്രയാണ് നെഗറ്റീവ് താഴോട്ടായതുകൊണ്ട് മൈനസ് യു ഡി എല്ലിൻ്റെ വാല്യൂ എത്രയാണ് 10 ഇൻറ്റു യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് ആണ്, നമുക്ക് എക്സ് എത്രയാണെന്ന് അറിയത്തില്ല. സോ 10 ഇൻറ്റു എക്സ്. സോ അപ്പോൾ 25 ആയതുകൊണ്ട് 25 പ്ലസ് വരും. യു ഡി എൽ താഴോട്ടായതുകൊണ്ട് -10 ഇൻറ്റു യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ്. വേറെ ഫോഴ്സ് വല്ലതും ഉണ്ടോ ഇവിടെ? ഇല്ല. അതെന്താണ്? =0. ആ പോയിന്റിലെ ഷിയർ ഫോഴ്സ് എന്തായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം, which is =0. സോ 25 = 10x, x = 2.5 മീറ്റേഴ്സ്. 2.5 മീറ്റേഴ്സ് എന്ന് കിട്ടും. അതായത് ഷിയർ ഫോഴ്സ് 0 ആകുന്ന ഏതിലാണ്? എയിൽ നിന്നും 2.5 മീറ്റേഴ്സ് മാറിയാണ് ഷിയർ ഫോഴ്സ് 0 ആകുന്നത്. ആ പോയിന്റിലായിരിക്കും ബെൻഡിങ് മൊമെൻറ്റും മാക്സിമം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേഷനാണ്. എങ്ങനെയാണ് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ആദ്യമേ സിംപ്ലി സപ്പോർട്ടിങ് എൻഡ്സിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ = ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി = എന്താണ്? 0 ആണ്. എയിലും ബിയിലും ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ് സിംപ്ലി സപ്പോർട്ടിങ് എൻഡ്സിൽ. ഇനി അടുത്ത പോയിന്റ് ഏതാ വരുന്നത്? നമുക്ക് അടുത്ത പോയിന്റ് ഏതൊക്കെ വേണം? സി വേണം, ഡി വേണം. അതുകൂടാതെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റിൽ ഞാൻ സിയിലെ ബെൻഡിങ് മൊമെൻറ്റ് പറയാം. സിയിലെ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ എടുക്കും? എ ടു സിയിലുള്ള മൊമെൻറ്റുകളുടെ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ പോയിന്റ് ലോഡ് ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, യു ഡി എൽ ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 എടുക്കണം. ഓക്കെ, അപ്പോൾ സിക്ക് എബോട്ടായിട്ടാണ് നമ്മളിപ്പോൾ മൊമെൻറ്റ് എടുക്കാൻ പോകുന്നത്. സിക്ക് എബോട്ടായിട്ട് മൊമെൻറ്റ് എടുക്കുമ്പോൾ എങ്ങനെ വരും? ആദ്യം ഇവിടെ എ ടു സി ആണ് നോക്കുന്നത്. എയിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഇപ്പോൾ അപ്വേർഡ് എന്തുണ്ട്? ഒരു റിയാക്ഷൻ 25 ഉണ്ട്. 25 ഇൻറ്റു മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 25ഉം സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 25 ഇൻറ്റു 3. ഇനി ഇത് അപ്വേർഡ് ആയതുകൊണ്ട് സിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ്. സോ +25 ഇൻറ്റു 3 ആയിരിക്കും ആദ്യത്തെ മൊമെൻറ്റ് വരുന്നത്. 25 ഇൻറ്റു 3, 25 ഇൻറ്റു സി വരെയുള്ള ഡിസ്റ്റൻസ് 3 ആയതുകൊണ്ട് 25 ഇൻറ്റു 3. ഇനി അടുത്ത യു ഡി എൽ എന്താണ്? ഡൗൺവേർഡ് ഇരിക്കുന്ന യു ഡി എൽ സിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസാണ്. സോ അതിൻ്റെ സൈൻ എന്തായിരിക്കും? മൈനസ് യു ഡി എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 10 ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. സോ 10 ഇൻറ്റു യു ഡി എൽ ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാണ്? 3ൽ. സോ 10 ഇൻറ്റു 3 ഇൻറ്റു 3/2. 3/2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നടുക്ക് വരും. ഇവിടം തൊട്ട് നമുക്ക് എവിടം വരെയുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് വേണ്ടത്? സി വരെയുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് വേറെ ഒന്നും ആഡ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട. 10 ഇൻറ്റു 3 ചെയ്യുമ്പം സെൻറ്ററിൽ വരും. സെൻറ്റർ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് 3/2. സോ 10 ഇൻറ്റു 3 ഇൻറ്റു 3/2. ഓക്കെ, അതിൻ്റെ സൈൻ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 30 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ഈ പോയിന്റിനെയാണ് ഞാനിവിടെ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിന് ഇ എന്ന് എഴുതിയാലും മതി, എക്സ് എന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല, കറക്റ്റാണ്. ഈ പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? എ ടു ഇ എടുക്കുക. ഓക്കെ, എ ടു ഇ എടുക്കുമ്പോൾ അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2.5 മീറ്റർ. അപ്പോൾ നമ്മളിനി എന്താ എ ടു ഇയിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്? 2.5 മീറ്റേഴ്സാണ്. അപ്പോൾ എങ്ങനെ വരും? ഇക്ക് എബോട്ടായിട്ടാണ് മൊമെൻറ്റ് എടുക്കുന്നത്. സോ ഫസ്റ്റ് എ ഇ എടുക്കുമ്പോഴത്തേക്കും എയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ 25 ഇൻറ്റു എ തൊട്ട് ഇ വരെയുള്ള ദൂരം എത്രയാണ്? 2.5. സോ 25 ഇൻറ്റു 2.5 ഇതിങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ് വരും. സോ ഫസ്റ്റ് മൊമെൻറ്റിൻ്റെ വാല്യൂ എത്ര വരും? +25 ഇൻറ്റു 2.5 +25 ഇൻറ്റു 2.5. മനസ്സിലായോ? 25ഉം ഇയും തമ്മിലുള്ള ദൂരം 2.5 എക്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇ എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും 2.5 മീറ്റേഴ്സിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 25 ഇൻറ്റു 2.5 അത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ് വരുന്നു. ഇനി ഈ പോർഷനിൽ അടുത്ത എന്താ? യു ഡി എൽ. താഴേക്ക് യു ഡി എൽ. ആ താഴേക്കാണ് അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ താഴേക്ക് ഇരിക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ -10 ഇൻറ്റു എഗെയിൻ ആ 10 ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലേ ഉള്ളൂ? ഈ പോർഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഈ കെബോട്ടായിട്ട് മൊമെൻറ്റ് എടുക്കുമ്പോൾ ഈ പോർഷനാണ്. സോ ഈ പോർഷൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 2.5 ഉള്ളൂ. സോ 10 ഇൻറ്റു 2.5 ഇൻറ്റു 2.5/2 ആയിരിക്കും അവിടുത്തെ മൊമെൻറ്റ്. ഓക്കെ, കാരണം ഇ എന്ന് പറയുമ്പോൾ ഇ എടുക്കണം. സി എന്ന് പറയുമ്പോഴാണ് എ ടു സി എടുത്തത് 3 മീറ്റേഴ്സ് എടുത്തത്. ഇ എന്ന് പറയുമ്പോൾ ഇ എടുത്താൽ മതി. ഇയുടെ ദൂരം 2.5 ആണ്. സോ 10 ഇൻറ്റു 2.5 ഇൻറ്റു 2.5/2. അവിടുത്തെ ആൻസർ നിങ്ങൾക്ക് 31.25 കിലോ ന്യൂട്ടൺ മീറ്റർ. മൊമെൻറ്റിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ മീറ്റർ. ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ് ആണ്. സോ കിലോ ന്യൂട്ടൺ. ആ ആൻസറും കിട്ടി. ഇനി നെക്സ്റ്റ് ഡി പോയിൻ്റ് എടുക്കുക. ഡി പോയിൻ്റ് എടുക്കുമ്പോൾ ഡിയിൽ
ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇതേപോലെ എ ടു ഡി എടുക്കുക. എ ടു ഡി എടുക്കുന്നു. എ ടു ഡി എടുക്കുമ്പോൾ എങ്ങനെ വരും? 25. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 25. 25 ഇൻറ്റു 25 മുതൽ, അതായത് എ മുതൽ ഡി വരെയുള്ള ദൂരം എത്രയാണ്? 5. സോ 25 ഇൻറ്റു 5 അല്ലേ? 3 + 2. എ തൊട്ട് ഡി വരെയുള്ള എത്ര? 3 + 2. സോ 25 ഇൻറ്റു 5. അത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോഴ് ഇരിക്കുന്ന ഫോഴ്സ് ആയില്ലേ? അപ്പോഴ് ഇരിക്കുന്നത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ക്ലോക്ക് വൈസ്. സോ പ്ലസ് വരും. സോ 25 ഇൻറ്റു 5 പ്ലസ് ആയിരിക്കും അതിൻ്റെ സൈൻ. അടുത്തത് എത്രയാണ് വരുന്നത്? ഡൗൺവേർഡ് ഇരിക്കുന്ന ഫോഴ്സ് 10 കിലോ ന്യൂട്ടൺ. അതും ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അത് യു ഡി എൽ ആണ്. സോ 10 ഇൻറ്റു യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 3 ഇൻറ്റു 3/2 ആണല്ലോ. 10 ഇൻറ്റു 3 ചെയ്യുമ്പോൾ പോയിൻ്റ് ലോഡാകും. ആ പോയിൻ്റ് ലോഡ് എവിടെയാണ് വരുന്നത്? ഈ 3യുടെ നടുക്കാണ് വരുന്നത്. ഓക്കെ, അത് മാത്രമായിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ A25. ഇത് സി, ഇത് നമ്മുടെ ഡി പോയിൻറ്റ്. ഓക്കെ, ഇത് നമ്മുടെ സി പോയിൻറ്റ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റേഴ്സാണ് ഈ ഡിസ്റ്റൻസ്. ടു മീറ്റേഴ്സാണ് ഈ ഡിസ്റ്റൻസ്. ഇത്രയും ഭാഗത്താണ് എന്ത്? യു ഡി എൽ ഉള്ളത്. ഓക്കെ, ഇത്രയും ഭാഗത്താണ് യു ഡി എൽ ഉള്ളത്. 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇതെത്രയാണ്? 3 മീറ്റേഴ്സ്. നമുക്ക് വേണ്ടുന്നത് ഇതാ ഈ പോയിൻ്റ് ഡിയിലുള്ള മൊമെൻ്റാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? 25 ഇൻറ്റു ഇത്രയും ഡി വരെയുള്ള ഡിസ്റ്റൻസ് 5 നമ്മളെടുത്തു. അത് പ്ലസ് ആണ്. 20 ക്ലോക്ക് വൈസ് ആണ്. ഇത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് 25 ഇൻറ്റു 5. 10 എടുക്കുമ്പോൾ എങ്ങനെ വരും? നമുക്ക് യു ഡി എൽ ആണെങ്കിൽ മൊമെൻ്റ് അറിയാം. യു ഡി എല്ലിനെ ലോഡാക്കാൻ എങ്ങനെയാണ്? 10 ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 ചെയ്യുമ്പോൾ മൊമെൻ്റ് ആകുന്നത് ആണല്ലോ. സോ 10 ഇൻറ്റു 3. 10 ഇൻറ്റു 3 ചെയ്തപ്പോൾ അത് പോയിൻ്റ് ലോഡായി. ആ പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? എവിടെയായിട്ടാണ് ആ പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്? ഈ 3യുടെ നടുക്ക്. അതായത് ഇവിടെ 1.5, ഇവിടെ 1.5, അതായത് 3/2 ആണല്ലോ. ഈ നടുക്കാണ് വരുന്നത്. അപ്പോൾ 3/2 മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എവിടം വരെയുള്ള ഡിസ്റ്റൻസേ ആകുന്നുള്ളൂ? ഇത്രയും ഡിസ്റ്റൻസേ ആകുന്നുള്ളൂ. പക്ഷേ നമുക്ക് എവിടം വരെയുള്ള ഡിസ്റ്റൻസ് വേണം? ഡിക്ക് എബൌട്ടായിട്ടാണ് മൊമെൻ്റ് എടുക്കുന്നത്. സോ ഇവിടം വരെ മാത്രം എടുത്താൽ പോരാ. എവിടം തൊട്ട് വേണം? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസാണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എത്ര വരും? 1.5 ഉണ്ട്. അതായത് 3/2ൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? +2 കൂടെ എടുക്കണം. സോ 10 ഇൻറ്റു 3 ചെയ്തപ്പോൾ പോയിൻ്റ് ലോഡായി. അത് വരുന്നത് 3/2 നടുക്കാം. അപ്പോൾ 3/2 മാത്രം ചെയ്താൽ സി വരെയുള്ള ദൂരമേ ആകുന്നുള്ളൂ. ഡിക്ക് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കണമെങ്കിൽ എവിടെ വേണം? ഈ സി ടു ഡിയും കൂടെ എടുക്കണം. സോ 3/2, ഇത്രയും 3/2 പ്ലസ് എന്തുകൂടെ എടുക്കുക? +2 കൂടെ എടുക്കുക. അത് ബ്രാക്കറ്റിലിടുക. സോൾവ് ചെയ്യുമ്പോൾ 20 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 20 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ ഇനിയും ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുക. അപ്പം എ ബി, എയിലും ബിയിലും നമുക്ക് വാല്യൂ എത്രയാണ് കിട്ടിയത്? 0 ആണ്. സിംപ്ലി സപ്പോർട്ടിങ് എൻഡ്സിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. ഇത് ഇ പോയിൻറ്റ്, ഇത് സി പോയിൻറ്റ്, ഇത് ഡി പോയിൻറ്റ്. വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇയിൽ നമുക്ക് കിട്ടിയത് 31.25 ആയിരുന്നു. അത് പ്ലോട്ട് ചെയ്യുക. ഒരു ജസ്റ്റ് 31.25 പ്ലോട്ട് ചെയ്യുക ഇയിൽ. നെക്സ്റ്റ് സിയിൽ വന്നപ്പോൾ 30 ആണ് കിട്ടിയത്. നോക്കിയേ, സിയിൽ 30, മറ്റേടത്ത് 30. ഇയിൽ 31.25. പിന്നെ ഡിയിൽ നമുക്ക് എത്രയാണ് കിട്ടിയത്? 20യും പ്ലോട്ട് ചെയ്തു. 0, 31.25, 30, 20, 0. ഇനി ജോയിൻ ചെയ്യുക. യു ഡി എൽ ഉള്ളിടത്തെല്ലാം പരാബോള വെച്ച് ജോയിൻ ചെയ്യുക. അല്ലാതെ സ്ട്രെയിറ്റ് ലോഡ്സ്, അല്ലാത്ത ലോഡ്സ് വരുന്നിടത്ത് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. അപ്പം എ ടു സി നോക്കുവാണെങ്കിൽ എന്താ? പരാബോളയാണ്. അപ്പോൾ എ തൊട്ട് ഇ പാസ് ചെയ്ത് സി വരെയും എന്ത് തന്നെയാണ്? ഇത്രയും ഭാഗം എന്ത് തന്നെയാണ്? പരാബോളയാണ്. നെക്സ്റ്റ് സി ടു ഡിയിൽ ലോഡൊന്നുമില്ല. സോ സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ എഗെയിൻ ഡി ടു ബി വരുമ്പോൾ പരാബോള. സോ അതും എന്തായിട്ട് ജോയിൻ ചെയ്യുക? പരാബോള. ബേസ് ലൈനിൽ മുകളിലോട്ടായതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. ഷിയർ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് ലൈനിൽ മുകളിലോട്ടുള്ള പോസിറ്റീവ്, താഴോട്ടുള്ളത് നെഗറ്റീവ്. ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം.